കുമ്പാരി നമ്മളെ പിന്നെയും കണ്ടേക്കാനുണ്ട നമ്മുടെ RD350 RD350 നമുക്കെല്ലാം സുപരിചിതമായ ഒരു വണ്ടിയാണ്. അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ 2 സ്ട്രോക്ക് പ്രാന്തമായിട്ട് ഒരു ഏറ്റവും വലിയ ഹീറോ എന്നുള്ള രീതിക്കാണ് നമ്മൾ RD350 കണ്ടേക്കുന്നത്. മാർക്കറ്റ് റേറ്റിൽ 10 ലക്ഷത്തിന്റെ പോവാണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ഒക്കെ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ വണ്ടിയുടെ. അതായത് അത് ലിക്വിഡ് കൂടെ ആയിരിക്കില്ല, അത് എയർ കൂൾഡ് വണ്ടി ആയിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ സ്പെക്കിലുള്ള RD350 പലരും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഏകദേശം ഈ ടൈപ്പിൽ ഇരിക്കട്ടാൻ പറ്റും. ഇതേ നോക്കി ലിക്വിഡ് കൂടാണ് വണ്ടി, വെറുതെ ചീത്ത പൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ RD350നെക്കാളും വേറൊരു സ്റ്റൈലാണ്. ഫ്രണ്ടിൽ നിന്ന് കൊടുത്തറ ഒരു വേറൊരു റെട്രോ മോഡലാണ്. നമ്മുടെ നാട്ടിൽ തിളക്കി വെച്ചേക്കുന്ന ഒരു ഷേപ്പ് അല്ലടാ. ഇന്റർനാഷണൽ സ്പെക്ക് വേറൊരു രീതിയിലാണ് ഞാനിപ്പോൾ കണ്ടേക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു RD350 കാണുന്നത്. പല മാർക്കറ്റിലും ഇതിനെ RZ350 എന്നും കൂടി വിളിക്കാനുണ്ടാ. ബ്രെംബോന്റെ ഡബിൾ ഡിസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്, WP-ന്റെ ഒരു സ്പീഡ് ആംബർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഞാനിപ്പോൾ ഓണറിനോട് വെച്ചപ്പോഴേക്കും YPVS അല്ലെന്നാണ് പറഞ്ഞത്. പക്ക ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിളാണ്. പാലറ്റിൻ 2 സ്ട്രോക്ക് ആണ് ഇത്. അതായത് ഒരു 39 bhp ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാറ്റ് മെഷീനാണ്. പണ്ടത്തെ കാലത്തെ മാറ്റ് മെഷീനാണ്. 83 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 80s തൊട്ടാണ് ഈ ലിക്വിഡ് കൂടെ ഇറങ്ങിയേക്കണ. YPVS എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാലേ നമ്മുടെ ഹോണ്ടയുടെ ഒക്കെ വീട്ടൊക്കെ എന്നൊക്കെ പറയല്ലേ, അതേപോലത്തെ ഒരു യമഹ ടെക്നോളജി ആണ്. അതായത് യമഹ പവർ വാൽവ് സിസ്റ്റം, അതായത് എക്സോസ്റ്റ് പോർട്ടിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, വണ്ടി പവർ ആക്കാൻ വേണ്ടി, തീപ്പൊരി ആക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ടെക്നോളജി. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാവുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഈ വണ്ടിയിൽ YPVS ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ള RD350ലും അവർ YPVS കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മോഡലിൽ അത് കൊടുത്തിട്ടില്ല. അതൊക്കെ ഡിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി അക്രമമാണെന്ന് ബ്രെംബോ ബേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പണ്ടത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ ഒട്ടും യൂസ് ടു അല്ലായിരുന്നു, നോട്ട് സോ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം അവർക്ക് അന്നത്തെ ടെക്നോളജിയിൽ ഇതിനൊരു ബ്രേക്കിംഗ് സിസ്റ്റം, അതായത് ഇത്രയും പവർ പ്രൊഡ്യൂസ് ഒരു പവർ ബോംബായ ഈ RD350ക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് കുറേ പേര് മരിച്ചു പോയിരുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യാനുള്ള സിസ്റ്റം അവൈലബിൾ ആണ്. അതുകൊണ്ട് നല്ലൊരു കലിച്ച ടയറും കിടിലം കാച്ചൊരു ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഓണർ. അതായത് ഇതാണ്ട. അപ്പം ഇതൊക്കെ എനിക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഈ പുള്ളിയാണ്ട. താങ്ക്സ്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് പുള്ളിയോട്. അപ്പം അടുത്ത വീഡിയോയിൽ വേറെ ഒരു വണ്ടിയായിട്ട് കാണാട്ടാ വെച്ചു. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.